യു കെയിൽ കുടിയേറ്റത്തിനെതിരെ വലിയ സംഘർഷം പല രൂപത്തിലും ഭാവത്തിലും നടക്കുന്നു എന്നുള്ള വാർത്ത സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും വാർത്താമാധ്യമങ്ങളിലൂടെയും ഒക്കെ പുറത്തു വരുന്നുണ്ട്. അവിടെ 3 കുട്ടികളുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് ഈ സംഭവങ്ങൾ അരങ്ങേറുന്നത്. അതിലെ കൊലയാളി വേറെ ഏതോ രാജ്യത്ത് നിന്ന് കുടിയേറി പാർത്ത ഒരാളാണ്. അയാളുടെ ജാതിയെ സംബന്ധിച്ചോ മതത്തെ സംബന്ധിച്ചോ ഒന്നും യു കെ പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ അത് മുസ്ലിമാണ് എന്ന തരത്തിൽ ഉറപ്പിച്ച് അവിടെ നടക്കുന്നത് ഫിസിക്കൽ യുദ്ധമാണെങ്കിൽ ഇവിടെ നടക്കുന്നത് സൈബർ യുദ്ധം അങ്ങ് വെച്ച് കത്തിച്ച് പ്രതികളെയൊക്കെ അറിയാവുന്നതുപോലെയാണ് തകർത്ത് വിട്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ അത്തരത്തിലുള്ള ഒരുപാട് കൊലപാതകങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ അരങ്ങേറാറുണ്ട്. ഏതാനും നാളുകൾക്ക് മുമ്പാണ് നമ്മുടെ സൗദി അറേബ്യയിൽ ഒരു മലയാളിയെ കൊന്ന 3 അറബികളെയും അതോടൊപ്പം ഒരു പാകിസ്ഥാനിയെയും വധശിക്ഷയ്ക്ക് വിധിച്ചത്. കൊല്ലപ്പെട്ടത് മലയാളിയാണ്, കൊന്നത് പാകിസ്ഥാനിയും അതുപോലെ സൗദി പൗരനുമാണ്. എന്നിട്ടും അവർ ആ വിഷയത്തിൽ നിയമവും നീതിയും നടപ്പിലാക്കി. അപ്പോൾ എല്ലാ രാജ്യങ്ങളിലും ഇത്തരം സംഗതികൾ നടക്കാറുണ്ട്. പക്ഷേ യു കെയിൽ ശക്തിപ്പെട്ടു വരുന്ന ഒരു വലതുപക്ഷ തീവ്രവാദ സംഗതിയുണ്ട്. ഇസ്ലാമോഫോബിയയുടെ ഭാഗമാണത്. എന്താണെന്ന് ചോദിച്ചാൽ അവിടുത്തെ പ്രധാനപ്പെട്ട കോർപ്പറേഷനുകൾ, അവിടുത്തെ മേയർമാരായി പല ടൗൺഷിപ്പുകളും മുസ്ലിം പേരുകാർ ഭരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ ഇൻസ്റ്റബിലിറ്റി വളരെ കാര്യമായുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി രൂപപ്പെടുത്തി ഇപ്പോൾ രാജ്യത്ത് നിലനിൽക്കുന്ന, ഒരു കാലത്ത് നിലനിരുന്ന ജൂതവിരുദ്ധ വികാരം പോലെ, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വികാരം പോലെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു മുസ്ലിം വിരുദ്ധ വികാരത്തെ ചേർത്ത് വെച്ചാണ് ആ തകർക്കൽ നടക്കുന്നത്. ആ തകർക്കൽ നടക്കുമ്പോഴും അവർക്ക് മാത്രം കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ഇന്ത്യയിൽ നിന്ന് ചിന്തിക്കുമ്പോൾ വലിയ വിഷമകരമായ സംഗതിയായി തോന്നും. യഥാർത്ഥത്തിൽ ഈ യു കെയിലെ മുസ്ലിംസ് എങ്ങനെയാണ് അവിടുത്തെ ജീവിത സാഹചര്യങ്ങൾക്ക്, സമ്പത്തിന് വേണ്ട പിന്തുണ നൽകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ പഠന റിപ്പോർട്ടുകൾ അവർ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. മുസ്ലിം കമ്മ്യൂണിറ്റി ഏതാണ്ട് 31 ബില്യൺ യൂറോ ആണ് ഒരു വർഷം യു കെ എക്കണോമിക്ക് സംഭാവന നൽകുന്നത്. ചാരിറ്റിയായി ഏതാണ്ട് 100 ബില്യൺ യൂറോ ആണ് ഓരോ വർഷവും ആ സമൂഹത്തിൽ ചിലവഴിക്കുന്നത്. NHSലടക്കം എസൻഷ്യൽ ഹെൽത്ത് കെയർ സർവീസസിൽ ഏതാണ്ട് 40,000-ഓളം മുസ്ലിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. മാനേജീരിയൽ, അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് പ്രൊഫഷണൽ സർവീസസിൽ ഏതാണ്ട് 1,14,500,000-ഓളം മുസ്ലിങ്ങൾ ജോലി ചെയ്യുന്നതായി അവരുടെ കണക്കുകൾ തന്നെയുണ്ട്. ഏതാണ്ട് 13,400 മുസ്ലിങ്ങൾ അവിടെ വ്യത്യസ്തമായ വ്യവസായങ്ങളിലും വ്യാപാരങ്ങളിലും ഏർപ്പെടുകയും അതുവഴി 70,000-ഓളം ആളുകൾ ഇവരുടെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ മുസ്ലിം കമ്മ്യൂണിറ്റി യു കെയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യപ്പെട്ട ഒരു സമൂഹമാണ്. അല്ലാതെ അവർ വരുത്തരോ പൊട്ടി വീണവരോ ഇറങ്ങി വന്നവരോ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ യു കെ സർക്കാരും ഇക്കാര്യത്തിൽ പ്രതിജ്ഞാബദ്ധമാണ്. നമ്മുടെ ആർഷഭാരത എന്നൊക്കെ പറയുന്നത് പോലെയല്ല. കാരണം അവിടുത്തെ ഹോം സെക്രട്ടറി എവൻ കൂപ്പർ ഏതാണ്ട് $37.65 മില്യൺ രൂപയുടെ ഫണ്ടിംഗ് ആണ് ഈ മസ്ജിദുകളിലേക്കും മറ്റുമൊക്കെ ഉണ്ടായിട്ടുള്ള ആക്രമണത്തിൽ വളരെ പെട്ടെന്ന് അത് അറ്റകുറ്റപ്പണികൾ തീർക്കുന്നതിനും വളരെ പെട്ടെന്ന് അത് ശരിയാക്കുന്നതിനും വേണ്ടി യു കെ സർക്കാർ നീക്കിവെച്ച തുക എന്ന് പറഞ്ഞാൽ ഈ അക്രമത്തിൽ ആക്രമിക്കപ്പെട്ട പള്ളികൾക്ക് നൽകിയ തുകയാണ്. അതോടൊപ്പം തന്നെ സ്കോട്ട്ലൻഡിലെ ഫസ്റ്റ് മിനിസ്റ്റർ ജോൺ സിൻവേ എന്ന് പറയുന്ന അദ്ദേഹം എഡിസൺബർഗ് സെൻട്രൽ മോസ്കിൽ തിങ്കളാഴ്ച രാവിലെ എത്തി അവിടുത്തെ മതവിശ്വാസികളോടൊപ്പം സമയം ചെലവഴിച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നുവെച്ചാൽ മാനസികമായും സാമ്പത്തികമായുമൊക്കെ ഒരു ദുരാരോപണത്തിൻ്റെ പേരിൽ ആക്രമിക്കപ്പെട്ട ഒരു വിശ്വാസ സമൂഹത്തെയും അവിടുത്തെ അവരുടെ മത പ്രാർത്ഥനാലയങ്ങളെയും ഒക്കെ സംരക്ഷിക്കാൻ അതിന് തുക അനുവദിച്ചും അതിന് സഹായിച്ചുമാണ് അവർ നിലപാട് സ്വീകരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ രാഹുൽ ഈശ്വർ ബംഗ്ലാദേശിലെ കഥ പറഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു. അവിടെ എങ്ങനെയാണ് ക്ഷേത്രം സംരക്ഷിക്കാൻ വേണ്ടി ഈ പ്രക്ഷോഭകാരികളായ വിദ്യാർത്ഥികളുടെ സംഘം അതിന് ചുറ്റും സംരക്ഷണ വലയം തീർത്തതെന്ന്. അതൊക്കെ ഒരു മാതൃകയാണ്. പ്രക്ഷോഭങ്ങൾ, അക്രമങ്ങൾ, കൊലപാതകങ്ങൾ, സാമൂഹ്യ വിരുദ്ധ തേരോട്ടങ്ങൾ ഒക്കെ എല്ലാ സമൂഹത്തിലും നടക്കും, എല്ലാ രാജ്യത്തും നടക്കും. അത് നടക്കുമ്പോൾ അവിടുത്തെ ഭരണകൂടങ്ങളും അവിടുത്തെ ജനതയും അതിനോട് പ്രകടിപ്പിക്കുന്ന ഒരു വികാരമാണ് അതിൻ്റെ സാമൂഹിക ആരോഗ്യമായി, സാമൂഹിക അന്തസ്സായി, തലയെടുപ്പായി ഒക്കെ ഉയർന്നു നിൽക്കുന്നത്. റീച്ച് കൂട്ടാനും
പരസ്യം കിട്ടാനും അല്ലെങ്കിൽ കമ്മീഷൻ വ്യവസ്ഥയിലും നമുക്ക് ഈ യൂട്യൂബിലൂടെയോ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയോ ഒക്കെ എന്ത് വായിൽ വരുന്നതും വിളിച്ചു പറയാം. പക്ഷേ ഒരു സമൂഹത്തിൻ്റെ അന്തസ്സ് സൂക്ഷിക്കേണ്ടതുണ്ട്. നിങ്ങൾ ഇതും നമ്മുടെ രാജ്യമായിട്ടൊന്ന് താരതമ്യം ചെയ്തു നോക്കൂ. പള്ളി ആക്രമിച്ചു, അല്ലെങ്കിൽ എറിഞ്ഞു തകർത്തു, അല്ലെങ്കിൽ അടിച്ചു പൊട്ടിച്ചു, ഇതൊക്കെ ചെയ്താലോ അവിടെ നടക്കുന്നത് എന്താണ്, ഇവിടെ നടക്കുന്നത് എന്താണ്? അവിടെ ഒരു ആർഷവും ഇല്ല, ആർഷഭാരതവും ഇല്ല, പരമ്പരാഗതവും ഇല്ല, ഒന്നുമില്ല. ഇവിടെ ഇതെല്ലാമുള്ള നമ്മുടെ സ്ഥലത്തെ സ്ഥിതിയുമായി ഒന്ന് താരതമ്യം ചെയ്യാൻ പറഞ്ഞതാണ്.